നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊള്ളലേറ്റാൽ എന്ത് ഫസ്റ്റ് എയ്ഡ് നമ്മൾ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയ കൈപ്പൊള്ളലെങ്കിലും ഏൽക്കാത്ത ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത് അല്ലേ. അങ്ങനെ ഒരു ചെറിയ പൊള്ളലെങ്കിലും ഏൽക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ഈ പൊള്ളലേറ്റാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൽ ഇപ്പോഴും പല ആൾക്കാർക്കും ഒരു അറിവ് കുറവുണ്ട് അല്ലേ. അപ്പോൾ ഇന്നാണ് നമ്മൾ എന്താണ് പ്രോപ്പറായിട്ടൊരു പൊള്ളലേറ്റാൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പൊള്ളലിനെ നമ്മൾ 4 ഡിഗ്രി ആക്കിയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി ആൻഡ് ഫോർത്ത് ഡിഗ്രി. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രിയിൽ പൊള്ളൽ വന്ന ഫസ്റ്റ് ഡിഗ്രി പൊള്ളൽ എന്ന് പറഞ്ഞാൽ മേലെ തൊലി പുറമേയുള്ള മേലെ മാത്രം ഏൽക്കുന്ന പൊള്ളലാണ് ഫസ്റ്റ് ഡിഗ്രി പൊള്ളൽ എന്ന് പറയുന്നത്. ഐസ് കുറേ നേരം നമ്മുടെ സ്കിന്നിൻ്റെ മേലെ വെച്ചാലും നമുക്ക് ഈ പൊള്ളൽ ഉണ്ടാവാം. റെഡ് കളറിൽ നമുക്ക് വേദന അനുഭവപ്പെടും. ഇതാണ് ഫസ്റ്റ് ഡിഗ്രി പൊള്ളൽ എന്ന് പറഞ്ഞാൽ. ഈ ഫസ്റ്റ് ഡിഗ്രിയിൽ പൊള്ളലിൽ നമ്മൾ വെറുതെ അതൊന്ന് പൈപ്പും വെള്ളത്തിൽ കാണിച്ചാൽ മാത്രം മതി, അത് മാറിക്കോളും. അല്ലാതെ നമ്മൾ പേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തേക്കരുത്. അതല്ലാതെ വെറും പച്ച വെള്ളത്തിൽ നമ്മുടെ പൈപ്പ് തുറന്നിട്ട് വരുന്ന വെള്ളത്തിൻ്റെ അടിയിൽ നമ്മുടെ കൈ കൊണ്ടുപോയി വെച്ചാൽ തന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ ഈ പൊള്ളൽ മാറിപ്പോയിക്കോളും. ഇതാണ് ഫസ്റ്റ് ഡിഗ്രി പൊള്ളൽ വന്നാൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഡിഗ്രി എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി പൊള്ളൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ തൊലിയിൽ നിന്ന് കുറച്ചും കൂടെ ഉള്ളിലോട്ട് പൊള്ളിയിട്ടുണ്ടാവും. ആ പൊള്ളിയ സമയത്ത് ചുവന്ന കളർ ഉണ്ടാവും. അതേപോലെ തന്നെ ചെറിയ കുമിളകൾ പൊന്തിയിട്ടുണ്ടാവും. ഇതാണ് സെക്കൻഡ് ഡിഗ്രി പൊള്ളൽ എന്ന് പറഞ്ഞാൽ. ഇതിലും നമ്മൾ വേറൊന്നും ചെയ്യേണ്ട. എത്രയും പെട്ടെന്ന് തന്നെ പൈപ്പിലെ വെള്ളം തുറന്നിട്ട് അടിയിൽ വെള്ളത്തിൻ്റെ ചോട്ടിൽ കൈ കാണിക്കുക എത്രയും വേഗം എന്നുള്ളതാണ് നമ്മൾ ഇവിടെയും ചെയ്യാനുള്ള ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളൊരിക്കലും പേസ്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രീമുകളോ ഒന്നും തന്നെ നമ്മൾ തേക്കാൻ പാടില്ല. തേച്ചാൽ അത് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതേപോലെ തന്നെ കുമിളകൾ വന്നാലും അതൊരിക്കലും പൊട്ടിച്ച് കളയരുത്. അത് പൊട്ടിച്ച് കളഞ്ഞാലും അതൊരു ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. പൊട്ടിച്ചും കളയരുത്. അത് തനിയെ തന്നെ ഹീലാവും. അതിന് നീര് പോയിട്ടോ അല്ലെങ്കിൽ അത് തനിയെ തന്നെ ഹീലായി പുതിയ സ്കിൻ അതിൻ്റെ അടിയിൽ വരും. അല്ലാതെ നമ്മളൊരിക്കലും അത് പൊട്ടിച്ച് കളയാൻ ശ്രമിക്കരുത്. ഒരു ഡിഗ്രി പൊള്ളൽ എന്ന് പറഞ്ഞാൽ തേർഡ് ഡിഗ്രി പൊള്ളലാണ്. തേർഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തൊലിയിൽ നിന്ന് കുറച്ചുള്ളിലോട്ട് പോയി, അത് സെക്കൻഡ് ഡിഗ്രി. തൊലിയിൽ ഉള്ള മസിലൊക്കെ ബാധിക്കുന്ന പൊള്ളലാണ് തേർഡ് ഡിഗ്രി പൊള്ളൽ എന്ന് പറയുന്നത്. അപ്പോൾ മസിലൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരിക്കലും വെള്ളത്തിൻ്റെ ചോട്ടിൽ വെച്ചിരിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇത് നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരു പൊള്ളലാണ് ഫോർത്ത് ഡിഗ്രി. അതാണ് ലാസ്റ്റ് ഡിഗ്രി, അതായത് ഡേഞ്ചറസ്. അതായത് നമ്മുടെ തീപിടുത്തോ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചോ ഒക്കെ ഉണ്ടാകുന്ന അപകടങ്ങൾ മൂലമുണ്ടാകുന്ന പൊള്ളലാണ്. പൊള്ളൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പടർന്നിട്ടുണ്ടാവും, പൊള്ളലേറ്റിട്ടുണ്ടാവും. അപ്പോൾ ഒരു 60% അധികം പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് ആണ് അവരെ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അവരെ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. എന്നിട്ട് എങ്ങനെയാണ് ആ ഡിഗ്രിയുടെ ആ പൊള്ളൽ എത്ര ആഴത്തിലുണ്ട് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് മാത്രമേ അവരെ നമുക്ക് രക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു 6 ഡിഗ്രി എബോവ് ആണ് പൊള്ളലേറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറച്ച് രക്ഷപ്പെടാനുള്ള കാര്യം ഒത്തിരി റിസ്ക് ആണ് അത്. അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു ആക്സിഡൻറ്റുകളും അല്ലെങ്കിൽ സ്ഥിരം ആത്മഹത്യ ചെയ്യാൻ തന്നെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നവരെ കുറിച്ച് നമ്മൾ കണ്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾക്ക് മുമ്പിൽ ഉണ്ടായാൽ ഒരിക്കലും അവരുടെ മേലെ മണ്ണോ ചരലോ അങ്ങനെ വെള്ളമോ ഒന്നും കോരി ഒഴിക്കരുത്. അതേപോലെ പെട്ടെന്ന് തന്നെ എന്താ ചെയ്യേണ്ടത്, ഒരു കമ്പിളി എടുക്കുക. ആ കമ്പിളി നന്നായി നനച്ചിട്ട് അവരെ പൊതിയുക. അല്ലെങ്കിൽ നൂല് ചാക്ക് ഉണ്ടാവില്ലേ, ആ ചാക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് അതുകൊണ്ട് അവരെ പൊതിഞ്ഞ് പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ കയ്യിലൊക്കെയാണ് പൊള്ളലേറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോതിരമൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സ്കിന്ന് കേടുവരാത്ത രീതിയിൽ മെല്ലെ തന്നെ ആ മോതിരമൊക്കെ ഊരിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇനി ഊരിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അതിന് മുതിരരുത്. അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ പിന്നെ കെമിക്കൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കറിയാം. സയൻസ് ലാബിലൊക്കെ ലാബ് ചെയ്യുന്ന സമയത്ത് അറിയാം അവിടെ ഓരോ സൊല്യൂഷൻസ് ഉണ്ടാവും. അതൊക്കെ അതിൽ പൊടികളുമൊക്കെ മേലെ വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ വേഗം തന്നെ അത് പൊടി തട്ടിക്കളഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പൊടി രൂപത്തിലുള്ള കെമിക്കൽസ് നമ്മുടെ മേലെ വീണാൽ എന്താ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ദ്രാവക രൂപത്തിലുള്ള വെള്ളം പോലെയുള്ള കെമിക്കൽസാണ് നമ്മുടെ മേലെ വീണിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കഴുകാം. അത് കഴുകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, കഴുകിക്കളയുക. എന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാം.
അതുപോലെ ആസിഡൊക്കെയാണ് മേലെ വീണിട്ടുള്ളതെങ്കിൽ വെള്ളമൊഴിച്ച് കഴുകാനോ അങ്ങനെയുള്ള നമ്മുടേതായ ഫസ്റ്റ് എയ്ഡുകളൊന്നും ചെയ്യാൻ നിൽക്കരുത്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ